അല്ല, ഇവർ ഇന്നലെ ചോദിച്ചത് എന്താ? പാണക്കാട് തങ്ങളെ വിമർശിക്കാൻ പാടില്ലെന്ന്. വിമർശിക്കാൻ പാടില്ലെന്ന് ഞങ്ങളാരെങ്കിലും പറഞ്ഞു. പക്ഷെ പാണക്കാട് തങ്ങളെ വിമർശിച്ചപ്പോൾ ഞങ്ങളതിന് മറുപടി കൊടുത്തു. അപ്പോൾ രണ്ടുപേരും ഒരേപോലെ ചോദിക്കുകയാണ്. CPM-ഉം BJP ഒരേ ശബ്ദമാണ്, ഒരേ നാവാണ്. തങ്ങളെ വിമർശിക്കാൻ പാടില്ലെന്ന് ആരെങ്കിലും പറഞ്ഞു? കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് മറുപടി കൊടുത്തത് മുസ്ലിം ലീഗിന് വേണ്ടി. അദ്ദേഹം പറഞ്ഞു തങ്ങൾക്ക് CPM-ൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ട, മുഖ്യമന്ത്രിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് പറഞ്ഞു. അതിനെന്താ വിമർശിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു? അല്ലല്ലോ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞ നിലപാടെന്താ? മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് തങ്ങൾ. കണ്ടില്ല, അദ്ദേഹം എറണാകുളത്ത് അങ്ങോട്ട് പോയിട്ടാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പോയിട്ടാണ് ബിഷപ്പുമാരെ നേരിട്ട് കണ്ട് മുനമ്പം സംഭവത്തിൽ പിന്തുണ അറിയിച്ചത്. ഇവരെല്ലാം കേരളത്തിൻ്റെ മതേതരത്വത്തെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആ വലിയ മനുഷ്യനാണ് അദ്ദേഹം ഇവിടെ നിന്ന് യാത്ര ചെയ്ത് എറണാകുളത്തെത്തി അവരോട് ഹൃദയ ഐക്യം പറഞ്ഞത്. ആ മനുഷ്യനെയാണ് വർഗീയവാദി എന്ന് പറഞ്ഞിട്ട് വേട്ടയാടുന്നത്. ഇവർക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത മതേതര ചിന്ത ഉയർത്തിപ്പിടിക്കുന്ന വലിയ മനുഷ്യരാണ്. ഞങ്ങൾ രാഷ്ട്രീയം തന്നെ പറഞ്ഞു, ഇതല്ലാതെ രാഷ്ട്രീയം എന്ത്? വർഗീയത പറയുന്ന CPM അല്ലേ, വർഗീയതയല്ലേ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞത് അദ്ദേഹം മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ CPM വലിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ നോക്കുകയാണ്, വഷളാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട്. മുഖ്യമന്ത്രി തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി തന്നെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് മുമ്പ് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഒന്ന് പരിശോധിച്ചാൽ മതി. ഇവർക്ക് ഈ പറഞ്ഞത് വിഴുങ്ങാൻ യാതൊരു മടിയില്ല. പണ്ടൊക്കെ 1 കൊല്ലവും 10 കൊല്ലമൊക്കെ പിടിക്കുമായിരുന്നു പറഞ്ഞത് വിഴുങ്ങാൻ. ഇപ്പോൾ 24 മണിക്കൂർ വേണ്ട, ഇരുണ്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് പറഞ്ഞത് വിഴുങ്ങും. ഇപ്പോൾ കണ്ടില്ലേ, ക്രിസ്റ്റൽ ക്ലിയർ നേതാവായിരുന്നു സന്ദീപ് വാര്യർ. അദ്ദേഹം ഇങ്ങ് വരട്ടെ, അദ്ദേഹത്തെ ഇങ്ങോട്ട് സ്വീകരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പം എന്താ പറയുന്നത്? ഇപ്പോൾ വർഗീയത പറയാണ്. ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നത് വലിയ കുഴപ്പമാണെന്ന് പറയണം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞത്, ഞാൻ ഇന്നലെ OK വാസുവിൻ്റെ കാര്യം പറഞ്ഞു. OK വാസു RSSൽ നിന്ന കാലത്തൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ പ്രസംഗം എന്താണ്? ഇനി നമുക്ക് ലൈറ്റും ബൾബും ഒന്നുമില്ല തല്ലി തകർക്കേണ്ടത്, ഇനി നമ്മൾ തകർക്കേണ്ടത് ടവറാണെന്ന് പറഞ്ഞു. ഒരു വിവാദമായ പ്രസംഗമുണ്ട് OK വാസുവിൻ്റെ, വിവാദമായ പ്രസംഗം. ഇനി നമ്മൾക്ക് തകർക്കേണ്ടത് ബൾബും ട്യൂബും ഒന്നുമല്ല, നമുക്കിനി തകർക്കേണ്ടത് ടവറാണ് എന്ന് പറഞ്ഞു. പിറ്റേ ആഴ്ചയാണ് P ജയരാജന് നേരെ ക്രൂരമായ ആക്രമണം RSSന് നടന്നത്. ആ നേതാവിനെ ചുവന്ന മാലയിട്ട് സ്വീകരിച്ച് മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റ് ആക്കിയ ആളാണ് ഈ പിണറായി വിജയൻ. എന്നിട്ട് വന്നിട്ട്, ഞാൻ പറയുന്നില്ല, അദ്ദേഹം ഉപയോഗിക്കുന്നൊരു ഭാഷയുണ്ട് സ്ഥിരം, ഞാനത് പറയുന്നില്ല. എന്നിട്ട് വന്നിട്ട് ഒരു നാണമില്ലാതെ, ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ സന്ദീപ് വാര്യർ, ഒരാളെ കൊന്നിട്ടൊന്നുമില്ലല്ലോ. ആ ആൾ കോൺഗ്രസ്സിൽ ചേർന്നതിനെക്കുറിച്ച് പരിഹസിക്കുക, വെപ്രാളപ്പെടുക, പൊട്ടിക്കരയുക, കൂട്ടക്കരച്ചിൽ നടത്തുക എന്നാണ്. ഇതൊന്ന് പറഞ്ഞാൽ മതി. P ജയരാജനെ ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ മതി. ഈ BJP കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ആരോപണം 2.5 കോടി രൂപയാണ് സന്ദീപ് വാര്യർ ഓഫർ ചെയ്തിരിക്കുന്നത്. അത് അവരുടെ ഡീലാണ്, അവർ ചെയ്യുന്ന പരിപാടിയാണ്. അവർ ചെയ്യുന്ന പരിപാടി അല്ലാതെ സുരേന്ദ്രനും വല്ലതും വിളിച്ചു പറയാൻ പറ്റുമോ? 41 കോടി 40 ലക്ഷം രൂപ കേരളത്തിലേക്ക് കള്ളപ്പണം കൊണ്ടുവന്നു എന്നതിൻ്റെ പേരിൽ അന്വേഷണം നേരിടേണ്ട, കേസിൽ പ്രതിയാവേണ്ട ആളാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ EDക്ക് ഇൻകം ടാക്സിൽ അയച്ചിരിക്കുകയാണ്. ആൾക്ക് ഇതേ വരുള്ളൂ, ഇങ്ങനെ വരുള്ളൂ. കഴിഞ്ഞ ദിവസം എന്നെ ശപിച്ചപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, സാധാരണ താപസന്മാരാണ് ശപിക്കുന്നത്. അവർ പച്ചലയിലും മരവുരിയിലും ഇരിക്കുന്നവരാണ്. ഇദ്ദേഹം കള്ളപ്പണത്തിൻ്റെ മീതെ ഇരിക്കുന്ന താപസനാണ്. അതുകൊണ്ട് എനിക്ക് ഏക്കില്ല എന്ന് പറയും ശാപം.